ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്മസോ വിഷുവോ അല്ലെങ്കിൽ നോമ്പിൻ്റെ കാലം, അപ്പോൾ ആ ടൈമിലൊക്കെ ആകുമ്പോഴും നമ്മൾ ക്ലീനിങ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴും നമ്മൾ ചില ഏരിയകൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഏരിയകളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് നമ്മൾ മനഃപൂർവ്വമായിരിക്കില്ല കേട്ടോ ക്ലീൻ ചെയ്യാത്തത്. അത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ആവാം, അല്ലെങ്കിൽ വിട്ടുപോയതൊക്കെ ആവാം. അപ്പോൾ അങ്ങനത്തെ ചില ഏരിയകളാണ് ഞാൻ ഇന്ന് പറയണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടെ ഒരു ബെൽ ബട്ടൺ കൂടി വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഒരു ടീപ്പോയ് ഉണ്ടാവും. അത് ഗ്ലാസ് ഇട്ട ടീപ്പോയ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്ലാസ് ഇപ്പം മിക്ക വീട്ടിലും ഗ്ലാസ് ഇട്ട ടീപ്പോയാണ്. ആ ഗ്ലാസ് നമുക്ക് ഇതുപോലെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കാണാൻ കണ്ടില്ലേ, അതിൻ്റെ ചുറ്റും ഇതുപോലെ പൊടി പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട്, ഗ്ലാസ് നന്നായി ശ്രദ്ധിച്ചിട്ട് എടുത്ത് മാറ്റണം കേട്ടോ, പൊട്ടിക്കരുത്. അതിന് ശേഷം നമ്മൾ ഈ സൈഡൊക്കെ നന്നായി ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും ഇതുപോലെ നിറച്ച് പൊടിയാണ്. അത് നമുക്ക് ഒരു തുണി എടുത്തിട്ട് തുടച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ സാധാ വെള്ളം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ തുടച്ച് കൊടുക്കുന്നത്. തുണിയിൽ മുക്കിയിട്ടൊന്ന് തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിറച്ച് അഴുക്കുണ്ട്, അതൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇത് അതിൻ്റെ ഗ്ലാസ്സാണ്, ആ ടീപ്പോയുടെ മുകളിലിട്ടുണ്ടായിരുന്ന ഗ്ലാസ്സാണ് കേട്ടോ അത്. അതിൻ്റെ ചുറ്റിലും കണ്ടില്ലേ ഇതുപോലെ ആ പൊടി പിടിച്ച പാടുകൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇത് അതുപോലെ തന്നെ ടീപ്പോയിമിട്ടുണ്ടായിരുന്ന ഗ്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റിലും അതുപോലെ തന്നെ അഴുക്കുണ്ട് അടിവശത്തായിട്ട്. അപ്പോൾ നമ്മളും അതൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്ലാസ് അത് നന്നായി തുടച്ചെടുത്തില്ലേ, അത് ഇനി ടീപ്പോയുടെ സ്റ്റാൻഡുമേലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതും സൂക്ഷിച്ച് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ആയ കാരണം പൊട്ടിനെ നമ്മൾ വേറെ വാങ്ങിച്ചിട്ടുണ്ട് വരും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിലൊന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ടി വിയുടെ സ്ക്രീനൊക്കെ നമ്മളെപ്പോഴും തുടച്ച് നല്ല വൃത്തിയാക്കി ഇടാറുണ്ട്. പക്ഷേ അതിൻ്റെ മുകൾ വശത്താണ് ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടാവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് പൊടിയും പടലങ്ങളൊക്കെ ശരിക്കും അതിൻ്റെ മുകളിലേക്കാണ് വീഴുക. അപ്പോൾ നമ്മൾ ആ വശം കൂടി ഒന്ന് ക്ലീനാക്കി കൊടുക്കുക. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി കാണുമ്പോൾ അപ്പം തന്നെ തുടയ്ക്കാറുണ്ട്, പക്ഷേ ആ മുകൾ ഭാഗം അങ്ങനെ തുടയ്ക്കാറില്ല. അതുപോലെ തന്നെ ഇടയിലുള്ള ഗ്യാപ്പുകൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വൃത്തിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് സ്വിച്ച് ബോർഡിൻ്റെ ഭാഗം. നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യും, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യും. എങ്കിലും സ്വിച്ച് ബോർഡ് അങ്ങനെ അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാറില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നമ്മുടെ നെയിൽ പോളിഷിൻ്റെ റിമൂവറില്ലേ അതിൻ്റെ പാഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായി അതിലത്തെ അഴുക്കൊക്കെ പോകുന്നുണ്ട് നമ്മുടെ റിമൂവർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ കണ്ട കോട്ടൺ പാഡിൽ അഴുക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകൾ വശം ഒക്കെ നല്ല ക്ലീൻ ആക്കിയിടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ താഴ്വശം അങ്ങനെ ശ്രദ്ധിക്കാറില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ചൂല് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയൊക്കെ തട്ടി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് അതിൽ അഴുക്കൊന്നും വരില്ല. നമ്മൾ അങ്ങനെ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് പൊടി വരും. അപ്പം ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തം അവിടെ അടിച്ച് പൊടി തട്ടിയതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കാൻ പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡുകളിലൊക്കെ മാറാല്ലേ, അങ്ങനെ പൊടി ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെറ്റി അതിൻ്റെ ബാക്ക് വശം അതുപോലെ കട്ടിലിൻ്റെ അടിവശത്തൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അവിടെയും ഇതുപോലെ ധാരാളം പൊടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ അതൊന്ന് ചൂല് വെച്ച് അടിച്ചു കൊടുത്തു. അതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മുടെ സെറ്റിയുടെ സൈഡ് വശത്ത് ഇങ്ങനെ ഒരു മരത്തിൻ്റെ പലക പോലെയാണ് എൻ്റെ ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നിറച്ച് പൊടി ഇതുപോലെ ഉണ്ട്. അപ്പോൾ അത് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഷേവ് ചെയ്യില്ലേ ആ ബ്രഷാണ് യൂസ് ചെയ്തിട്ടാണ് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ നിറച്ച് പൊടിയുണ്ട്, അത് താഴെ വീണെടുക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ പെയിൻറ്റ് ബ്രഷില്ലേ അത് യൂസ് ചെയ്തിട്ടും അത് ഈസി ആയിട്ട് തട്ടിക്കളയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറുണ്ട്, ഉൾവശം ക്ലീൻ ചെയ്യാറുണ്ട്, അതുപോലെ സൈഡൊക്കെ നമ്മൾ തുടച്ചു കൊടുക്കാറുണ്ട് അല്ലേ. പക്ഷേ നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജൊന്ന് നീക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ ആ പാനലിൽ അത് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അടിവശത്തും ആവശ്യത്തിന് അധികം അഴുക്കുണ്ടാവും, അതും ഒന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സിങ്ക് അതുപോലെ വാഷിംഗ് ബേസിനൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗം നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല അല്ലേ. സിങ്കിൻ്റെ ആയാലും അതുപോലെ തന്നെ വാഷിംഗ് ബേസിൻ്റെ ആയാലും അടിവശം നമ്മൾ ഡെയിലി ക്ലീനിങ്ങിലൊന്നും ഉൾപ്പെടുത്താറില്ല. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ സിങ്കിൻ്റെ അടിവശം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക. അവിടെയും അണുക്കളും ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ഡീപ്പ് ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.